സോറി, NDF പ്രതിനിധി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അടുത്തതായി NDF പ്രതിനിധി അഷ്റഫ് കൽപ്പറ്റയെ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഈ പരിപാടി ശ്രവിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാർ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ പരിപാടിയുടെ ഒരു ശ്രദ്ധാകേന്ദ്രം നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. രണ്ടാമത്തെ ശ്രദ്ധാകേന്ദ്രം വന്നിട്ടില്ല, വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഏതായിരുന്നാലും കേരളത്തിലെ ഭീമാകാരനായ ഒരു തീവ്രവാദിയെ നേരിട്ട് കാണാൻ സൗഭാഗ്യം ലഭിച്ചതിൽ നിങ്ങൾക്ക് സന്തോഷിക്കുകയും ചെയ്യാം. ഈ സമയത്ത് പ്രിയമുള്ള സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനുകൂലമായോ അല്ലെങ്കിൽ പ്രതികൂലമായുള്ള പരാമർശങ്ങൾ ഉണ്ടാവും. ശ്രോതാക്കളുടെ ഭാഗത്തുനിന്ന് ദയവായി പ്രതികരണങ്ങൾ ഉണ്ടാകരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. വിഷയം തീവ്രവാദം, വ്യാപനം, പ്രതിവിധി. കാലിക പ്രസക്തമാണ്. ഇവിടെ മുമ്പ് സംസാരിച്ചു കഴിഞ്ഞവർ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. പക്ഷേ ഇപ്പോഴും കൂരിരുട്ടിൽ ഇല്ലാത്ത ഏതോ ഒരു കറുത്ത പൂച്ചയെ തപ്പിയാണ് നാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീവ്രവാദമാണ് നമ്മുടെ ചർച്ചാ വിഷയം. അതിൻ്റെ വ്യാപനവും അതിനുള്ള പ്രതിവിധിയും നാം ഇവിടെ കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷേ തീവ്രവാദം എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാത്ത കാലത്തോളം, അത് എത്രത്തോളം വ്യാപിച്ചു, അത് പ്രതിരോധിക്കാൻ എന്തു വഴി എന്ന് കണ്ടുപിടിക്കുക എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്കറിയാം. ഒരു രോഗമുണ്ടെന്നും ആ രോഗത്തിൻ്റെ സവിശേഷതകൾ മറ്റുമൊക്കെ കൃത്യമായി നിർവചിക്കാൻ പറ്റിയാൽ മാത്രമേ അതിന് തക്കതായ ഒരു മരുന്ന് നിർദ്ദേശിക്കാൻ ഭിഷഗ്വരനെ കൊണ്ട് സാധിക്കൂ. ഇവിടെ ഇതുവരെ സംസാരിച്ചവർ അല്ല, ലോകത്ത് തീവ്രവാദത്തെക്കുറിച്ച് പലപ്പോഴായി സംസാരിക്കുന്നവരും എഴുതുന്നവരൊക്കെ ഉണ്ടെങ്കിലും, ലോകത്ത് തീവ്രവാദങ്ങളെക്കുറിച്ച് ചർച്ചകൾ ധാരാളം നടക്കുന്നുണ്ടെങ്കിലും എന്താണ് തീവ്രവാദം എന്ന് കൃത്യമായി നിർവചിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നതാണ് ശരി. ചില സൂചനകളൊക്കെ ചൂണ്ടിക്കൊണ്ട് ഇതാണ് തീവ്രവാദം എന്ന് പറയുന്നു. അക്കാണുന്നതാണ് തീവ്രവാദം, അവിടെ കണ്ടില്ലേ നമ്മൾ, അതാണ് തീവ്രവാദം എന്ന് പറയുകയാണ്. കൃത്യമായ ഒരു നിർവചനം വന്നില്ല. ഇരിക്കട്ടെ, ഞാനാണ് വലിയവൻ എന്ന് കാണുന്നതാണ് തീവ്രവാദത്തിൻ്റെ ഒരു ലക്ഷണം എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. ആവാം, ഞാനാണ് വലിയവൻ എന്ന് കാണുന്നവർ ഒരു പക്ഷേ ശ്രദ്ധാ കേന്ദ്രമായ NDF-കാർ മാത്രമായല്ലോ. ഈ ഇന്ത്യ രാജ്യത്ത് എത്രയോ ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാകാം. എൻ്റെ പ്രസ്ഥാനമാണ് ഏറ്റവും നല്ലത്, ഞാനാണ് ഇവിടെ വളരേണ്ടവൻ എന്ന് ചിന്തിക്കുന്ന ധാരാളം പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ അവരും ഒരു തീവ്രവാദത്തിൻ്റെ പരിധിയിൽ, നിർവചനത്തിൻ്റെ പരിധിയിൽ വരേണ്ടവരാണ്. അതുപോലെ പലതരത്തിലുള്ള ചിലരുടെ സംസാരം കേട്ടാൽ ഇങ്ങനെ അത്യാവശ്യമൊക്കെ ചോര ചിന്തുന്ന ഒരു വിഭാഗമാണ് തീവ്രവാദികൾ എന്ന ലൈനിലാണ് ചിലർ സംസാരിക്കുക. പൊതുവെ എല്ലായിടത്തും അങ്ങനെയാണ്. ചോര ചിന്തുന്നവർ, അന്യനെ ആക്രമിക്കുന്നവർ, കൊല്ലപ്പെടുത്തുന്നവർ, ഇവരാണ് തീവ്രവാദികൾ. അപ്പം അങ്ങനെയാണെങ്കിൽ NDF-കാരൻ ഇവിടെ ഒരു ശ്രദ്ധാകേന്ദ്രമാകേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ്. നാം ജീവിക്കുന്ന ഈ കേരളത്തിൻ്റെ പരിതസ്ഥിതിയിൽ ദിനേനെ പത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾക്ക്
ചോരയുടെ മണം വളരെ ഭംഗിയായിട്ട് നമ്മുടെ മൂക്കിനുള്ളിലേക്ക് തുളച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് CPM കാരനായവൻ നാളെ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുത്ത് ചേർന്നാൽ മറ്റന്നാൾ അവന് തലയില്ല. നമ്മുടെ കേരളമാണ്. അതല്ലെങ്കിൽ അവൻ്റെ കൈപ്പത്തി വെട്ടിമാറ്റി ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മുകളിൽ കെട്ടിത്തൂക്കുന്നു. അച്ഛൻ പാർട്ടി മാറിയതിൻ്റെ പേരിൽ സ്വന്തം കൊച്ചു മകളെ വെട്ടിക്കൊല്ലുന്നു. നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സംഭവമാണ്. ചോരയുടെ മണം മാറിയ, അതല്ലെങ്കിൽ ചോരയുടെ ചൂര് അല്പമെങ്കിലും ഏശാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് കാണിച്ചു തരാമോ നിങ്ങൾക്ക് ഈ കേരളത്തിൻ്റെ മണ്ണിൽ? ചോര ചിന്തലാണ്, ചോര ചിന്തുന്നവനാണ് ഒരു തീവ്രവാദിയെങ്കിൽ തീവ്രവാദികൾ ഇവിടെ ഒരുപാട് ആളുകളാണ്. അതിൽ ഞങ്ങളുടെ ഒരു പ്രസ്ഥാനത്തെ ഒരു ശ്രദ്ധാകേന്ദ്രമായി അവതരിപ്പിക്കേണ്ടതില്ലായിരുന്നു. ആ ഒരു ലേബിളാണെങ്കിൽ പിന്നെ പടക്കം പൊട്ടിക്കലാണ്. അവിടെ പൊട്ടിച്ചു, ഇവിടെ പൊട്ടിച്ചു, ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സാധനം കയ്യിലില്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ മതപ്രസ്ഥാനങ്ങൾ കൂടി ആ ദിക്കിലേക്ക് അടുത്ത കാലത്തായി തിരിഞ്ഞു പോയോ എന്ന് സംശയമാണ്. ചിലപ്പോൾ മതപ്രസ്ഥാനങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ മതത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ അകത്തുണ്ടായ കക്ഷിത്വങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാക്കി, ഉരസലുണ്ടാക്കി, ചിലയിടത്ത് കത്തിക്കുത്തുണ്ടാക്കി, ചിലപ്പോൾ മിമ്പറിൽ കയറുന്ന ഖത്തീബിനെ പിടിച്ചു വലിച്ച് നിലത്തിട്ട് നെഞ്ചത്തൊരു ചവിട്ട് കൊടുത്ത് അന്ന് പള്ളിയിൽ കലശലായ തല്ല് നടത്തി, പള്ളി പൂട്ടി, ജുമുഅ മുടക്കി, അങ്ങനെ ചില വിദ്യകളും ചൊട്ടുവിദ്യകളും ഒക്കെ കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ പലപ്പോഴായി അരങ്ങേറി വരുന്നു. അപ്പം എന്തൊരു നിർവചനം വെച്ചിട്ട് ആരെയാണ് ഇപ്പം നമ്മൾ തീവ്രവാദി എന്ന് വിളിക്കേണ്ടതാണ് വലിയൊരു പ്രശ്നമുള്ളത്. അതുകൊണ്ട് തന്നെ ഡിഫൈൻ ചെയ്യാത്ത ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക വളരെ പ്രയാസകരമായി തീരുന്നു. പക്ഷേ ഞാൻ പ്രതിനിധീകരിക്കുന്ന സംഘടനയുടെ ഒരു കാഴ്ചപ്പാട് എന്ന നിലയ്ക്ക് ചില തീവ്രവാദികളെ ഞങ്ങൾക്കിവിടെ പരിചയപ്പെടുത്താനുണ്ട്. അത് നേരത്തെ പ്രൊഫസർ സാറ് സൂചിപ്പിച്ചതുപോലെ അമേരിക്കൻ ഇമ്പീരിയലിസം, അത് ലോക ഇസ്ലാമിക രാജ്യങ്ങളിൽ നടത്തിവരുന്ന അതിക്രൂരമായ, അന്യായമായ, നീതി അർഹിക്കാത്ത തരം പ്രവർത്തനങ്ങൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ, അമേരിക്ക മാത്രമല്ല ജോർജ് ബുഷും ടോണി ബ്ലെയറും അതുപോലെ നമ്മുടെ ഇസ്രായേലും ഒക്കെ ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ മുക്കോട്ട് മുന്നണി പ്രവർത്തിച്ചുകൊണ്ട് ലോകത്തിലെ ഇസ്ലാമിക രാജ്യങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവർ എന്തൊക്കെയാണ് ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എത്രയെത്ര ആയിരങ്ങളെയാണ് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. കേവലം 1-2 ആളുകൾ തമ്മിൽ എന്തിൻ്റെയെങ്കിലും പേരിൽ ഒരു സംഘട്ടനമുണ്ടായി, എവിടെയെങ്കിലും ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാ തീവ്രവാദം, ഭീകരവാദം എന്ന് പറയാൻ ശീലിച്ചവരാണ് നമ്മൾ. ആയിരങ്ങളെയും 10,000-ങ്ങളെയും ഒന്നിച്ചു കൊന്ന് ക്ലസ്റ്റർ ബോംബുകളും അതുപോലെ തന്നെ ബങ്ക് ബസ്റ്റർ ബോംബുകളും ഒക്കെ വർഷിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഫോസ്ഫറസ് ബോംബാണ്. ഫോസ്ഫറസ് ബോംബ് ഉപയോഗിച്ച് മനുഷ്യന്റെ അസ്ഥി പോലും ദ്രവിപ്പിച്ച് കളയുന്നു. അതിൻ്റെ ചെറിയ അംശങ്ങൾ ഗുജറാത്ത് കലാപം നടന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയതായി ഈ അടുത്ത് ചില അന്വേഷണങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ചില കണക്ഷൻസ് വരികയാണ്, അത് പഠനം നടക്കട്ടെ. അപ്പോൾ ഇസ്രായേൽ നിർമ്മിതമായ ഫോസ്ഫറസ് ബോംബുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനെ ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുകയും ഇനി മേലാൽ ഒരു തലമുറ ഈ ഭൂമിയിൽ ജനിക്കരുതെന്ന് കരുതി ഇന്ന് അമേരിക്ക ലബനോണിൽ ചെയ്തതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളെ മാത്രം തെരഞ്ഞു പിടിച്ച് അപ്പാടെ കൊന്നൊടുക്കുന്ന ജനോസൈഡ് എന്നൊക്കെ ഓമനപ്പേരിട്ട് വിളിക്കുന്ന വംശഹത്യ നടന്നുകൊണ്ടിരിക്കുന്നു. ചെറിയ കുഞ്ഞുങ്ങളെ മാത്രം തെരഞ്ഞു പിടിച്ചായിരുന്നു ലബനോണിൽ അമേരിക്ക ടാർഗറ്റ് ചെയ്തത്. എന്തേ കാര്യം? അവർ വളർന്നു വരുന്ന പുതിയ ഒരു ഇസ്ലാമിക തലമുറ ഇവിടെ ഉണ്ടാകേണ്ടതില്ല എന്നവർ കരുതിയത് കൊണ്ടാണ്. പ്രൊഫസർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ കേവലം എണ്ണയല്ല പ്രശ്നം. എണ്ണ ഒരു പ്രശ്നമാകാം. എണ്ണ മാത്രമാണ് അമേരിക്കയുടെയും അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന ശക്തികളും ഇസ്ലാമിനെതിരായും മുസ്ലിങ്ങൾക്കെതിരെയും പ്രവർത്തിക്കാനുള്ള കാരണമെന്നത് ചരിത്രം വളരെ വ്യക്തമായി കൃത്യമായി വായിച്ച ഒരാൾക്ക് പറയുക സാധ്യമല്ല. വർത്തമാന ചരിത്രവും അതുപോലെ ഭൂതകാല ചരിത്രവും കൂട്ടി വായിക്കാൻ നമ്മൾ തയ്യാറായാൽ ഇത് കേവലം എണ്ണയുടെ പ്രശ്നമല്ല. ഇത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ
അല്ലെങ്കിൽ ചില കുബുദ്ധികളുടെ ജൂത ലോബിയുടെ മണ്ടയ്ക്കകത്തു നിന്ന് വരുന്ന ചില സിദ്ധാന്തങ്ങളാണ്. അത് വളരെ ഭംഗിയായി നടപ്പാക്കുന്ന ഒരു ഏജന്റായിട്ട് അമേരിക്കക്കാരൻ പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ട് എന്നതിൻ്റെ വ്യക്തമായ കാരണങ്ങളുണ്ട്. എന്തുകൊണ്ട് ജൂതന്റെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് താളം തുള്ളുന്ന കേവലം കളിപ്പാവയായിട്ട് ജോർജ് ബുഷോ അതുപോലെയുള്ള ആളുകളോ മാറി എന്ന് ചോദിച്ചാൽ അതിന് വളരെ വ്യക്തമായി ചരിത്രത്തിൻ്റെ മറുപടിയുണ്ട്. ഞാൻ സുദീർഘമായി ആ രംഗത്തേക്ക് പോകുന്നില്ല. അതും കൂടി പ്രൊഫസർ സാഹിബ് ഒന്ന് വായിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ആ ഒരു ചരിത്രവും കൂടി ഒന്ന് വായിച്ചു നോക്കണം. ഇവിടെ കേവലം എണ്ണയുടെയും കേവലം ഇമ്പീരിയലിസത്തിൻ്റെ കേവലം സാമ്രാജ്യത്വത്തിൻ്റെ പ്രശ്നം മാത്രമല്ല നിലനിൽക്കുന്നത്. ആ തരത്തിലുള്ള ഒരു പ്രശ്നമാണ് ഇന്ത്യ രാജ്യത്ത് വർഷങ്ങളായി കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെ കേവലം അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഒരു ഉപോൽപ്പന്നം, ബൈ പ്രൊഡക്റ്റ് എന്ന നിലയിൽ മാത്രം ഇവിടെ ചിത്രീകരിക്കുന്നത് ചരിത്രത്തോട് ചെയ്യുന്ന നീതിയല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് നാളുകളായി, വർഷങ്ങളായി ഇന്ത്യ രാജ്യത്ത് പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വിഭാഗം മുസ്ലിങ്ങളാണ്. അതിൽ ക്രിസ്തീയ ന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദലിതരായ ജനവിഭാഗത്തിന് ഇന്നും ചില മേഖലകളിൽ പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ അനുഭവങ്ങളെല്ലാം അനുഭവിക്കുന്ന, ഇരകളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന വേട്ടക്കാർ ഒരേ ആളുകളാണ് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒരു പ്രത്യേകതരം വേട്ടക്കാർ ഇന്ത്യ രാജ്യത്ത് കുറച്ചു കാലമായി ഇറങ്ങിയിട്ടുണ്ട്. ആ വേട്ടക്കാര് ഇന്ത്യയിൽ കുറെ ഇരകളെ അവരുടെ ഇരകളായി തീർക്കുന്നു. അതിൽ മുസ്ലിം ന്യൂനപക്ഷമുണ്ട്, ക്രൈസ്തവരുണ്ട്, അതുപോലെ ദലിത് അധസ്ഥിത വിഭാഗങ്ങളുണ്ട്. ഇത് ഇന്ത്യയുടെ ഇന്നോളമുള്ള ചരിത്രമാണ്. കഴിഞ്ഞ NDA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ശ്രീമാൻ LK അഡ്വാനി പാർലമെന്റിൽ വെച്ച കണക്കനുസരിച്ച് സ്വതന്ത്ര ഇന്ത്യയിൽ 10,000-ലധികം വർഗീയ കലാപങ്ങൾ നടന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേവലം 50 വർഷം മാത്രം പ്രായം തികഞ്ഞു നിൽക്കുന്ന ഇന്ത്യ രാജ്യത്ത് ചെറുതും വലുതുമായ ഒരു 10,000-ലധികം കലാപങ്ങൾ നടന്നുവെങ്കിൽ ഇവിടെ വേട്ടക്കാർ ശക്തരാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. അവർ വളരെ ശക്തമായി വേട്ടയാടാൻ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരുപാട് ഘടകങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയുടെ വിവിധ തെരുവോരങ്ങളിൽ നമ്മൾ കാണുകയുമുണ്ടായി. അതിൻ്റെ പ്രതിഫലനങ്ങൾ, അത് ബോംബെയിലുണ്ടായ കലാപം, ബാബരി മസ്ജിദിൻ്റെ തകർച്ചയോടുകൂടി ഇന്ത്യ രാജ്യത്ത് അത് ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു പള്ളി അത് ഒരു വിഭാഗം ചെന്ന് അടിച്ചു തകർക്കുന്നു. അതിന് നിലവിലിരിക്കുന്ന സർക്കാർ എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നു. എന്തേ കാരണം? തീവണ്ടിയിൽ മുസ്ലിങ്ങൾ ബോംബ് വെച്ചു. അത് അങ്ങനെ ബോംബ് വെക്കലുകൾ ഇപ്പോൾ കുറേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുമ്പ് സംസാരിച്ച് ചിലർ പറയുകയുണ്ടായി, മുസ്ലിം സമൂഹത്തിലും ചില ആളുകൾ വേണ്ടാധീനങ്ങൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാകുന്നതെന്നാണ്. നിങ്ങളും ഒന്നുകൂടി കാര്യങ്ങൾ പഠിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. മുസ്ലിങ്ങളെല്ലാവരും നല്ലവരാണ് എന്ന അഭിപ്രായമൊന്നുമില്ല. പക്ഷേ ഗോദ്രയുടെ പേര് പറഞ്ഞിട്ടായിരുന്നുവല്ലോ ഒരിക്കൽ ഗുജറാത്തിൽ കലാപം ഉണ്ടാക്കിയത്. അതും ഭരണകൂടത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഇന്ത്യ സമത്വസുന്ദരമായ ഇന്ത്യയെന്നും ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാഷ്ട്രമെന്നുമൊക്കെ നമ്മൾ ഇപ്പോഴും പേരിട്ട് വിളിക്കുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ അധികാരസ്ഥാനത്ത് കയറിയിരുന്ന ഒരു മനുഷ്യൻ്റെ പ്രവർത്തന ഫലമായിട്ടാണല്ലോ ഗുജറാത്ത് ആകമാനം കത്തിയെരിഞ്ഞത്, ആയിരങ്ങൾ കൊന്നൊടുക്കപ്പെട്ടത്, അഗ്നിയിൽ ഹോമിക്കപ്പെട്ടത് വലിയൊരു പ്രശ്നമായിരുന്നു. എന്താ കാര്യം? ഗോദ്രയിൽ തീവണ്ടിക്കാരോ തീവച്ചു. ആരോ എന്നല്ല, അക്കാലഘട്ടത്തിൽ വമ്പിച്ച ഒരു പ്രോപ്പഗേണ്ട ഇന്ത്യ രാജ്യത്തും ഇന്ത്യക്ക് പുറത്തും അങ്ങ് അഴിച്ചുവിട്ടു ചില ആളുകൾ. അത് മുസ്ലിങ്ങളാണ്. അത് കേൾക്കേണ്ട താമസം പിന്നീട് പ്രശ്നങ്ങളായി, അത് കലാപമായി, ആയിരങ്ങളെ കൊന്നൊടുക്കുന്ന, മുസ്ലിം സമൂഹത്തെ നശിപ്പിക്കുന്ന കലാപമായി അത് പടർന്നു. അവസാനം എന്തുണ്ടായി? ഗോദ്ര തീവപ്പിനെ കുറിച്ച് അന്വേഷിക്കാൻ നിശ്ചയിക്കപ്പെട്ട കമ്മീഷൻ പഠനം നടത്തുകയും അവസാനം അത് പുറത്തു നിന്നൊരു മുസ്ലിമും വന്ന് കത്തിച്ചതല്ലെന്നും അത് ഉള്ളിൽ നിന്ന് തന്നെ ആരോ ഒപ്പിച്ച വേലയാണെന്നും ഇപ്പോൾ കണ്ടെത്തി. എന്തുണ്ടതുകൊണ്ട് കാര്യം? ആയിരങ്ങൾ ചുട്ടരിക്കപ്പെട്ടില്ലേ? അവരുടെ ജീവൻ തിരിച്ചെടുക്കാൻ ഇനി വഴിയുണ്ടോ? ഇല്ല. പക്ഷേ അന്ന് ഗോദ്ര സംഭവം നടന്നപ്പോൾ നമ്മുടെയൊക്കെ പള്ളി മിമ്പറിൽ നിന്ന് നമ്മുടെ ഖത്തീബമാര് പറഞ്ഞു, മുസ്ലിം സമുദായം ദുഷിച്ചിരിക്കുന്നു, എന്തിനാണ് മാപ്പിളമാര് ഈ പണിയെടുക്കാൻ നിൽക്കുന്നത്, അടങ്ങി നിന്നാ പോരായിരുന്നോ, നമ്മൾ തന്നെ വടി കൊടുത്ത് അടി വാങ്ങണോ എന്ന് പറഞ്ഞു. കാളപറ്റെന്ന് കേൾക്കുന്നതിന് മുമ്പ് തന്നെ കയറുമെടുത്ത് ഓടുന്ന ഒരു സ്വഭാവം ഈ സമൂഹത്തിനുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ ഇത്തിരി കൂടി അവധാനതയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. മുസ്ലിങ്ങളുടെ പേരിൽ പലതും ചാർത്തപ്പെടുകയാണ്.
മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്തു, മുസ്ലിങ്ങൾ ഇങ്ങനെ ചെയ്തു, അവരത് ചെയ്തു. ഇന്ത്യ രാജ്യത്ത് ദശക്കണക്കിന് ഉദാഹരണങ്ങൾ ആ വിഷയത്തിൽ ഇപ്പോൾ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എത്ര സംഭവങ്ങൾ! പാർലമെന്റ് ആക്രമണം, അക്ഷർധാം ആക്രമണം, അതുപോലെ തന്നെ ഈ നാഗ്പൂരിലെ RSSന്റെ കാര്യാലയത്തിന്റെ ആക്രമണം തുടങ്ങി ഒരുപാട് ആക്രമണം മുസ്ലിങ്ങളുടെ പേരിൽ. കുറച്ച് താടി വെച്ച ആളുകൾ അത്യന്താധുനികമായ ആയുധങ്ങളുമായിട്ട് പെട്ടെന്ന് ചാടിയിറങ്ങുന്ന ഒരു സ്ഥലത്ത് അവിടെ ഉണ്ടായിരിക്കുന്ന സെക്യൂരിറ്റി പോലീസുമായിട്ട് അവർ പരസ്പരം വെടിവെക്കുന്നു. അതിൽ വന്നിരിക്കുന്ന തീവ്രവാദികൾ മുഴുവൻ മരിക്കുന്നു. ചെന്ന് നോക്കുമ്പോൾ നല്ല താടിയുള്ള ആളുകൾ, അവരുടെ കീശയിൽ ചില ലഘുലേഖകളും ചില ഐഡന്റിറ്റി കാർഡും, ഞാൻ മുസ്ലിമാണ്, ലഷ്കറെ തൊയ്യബ, ജയ്ഷെ മുഹമ്മദ്. എന്താ സുന്ദരമായ മുഖം! ഓരോന്നോരോന്ന് പൊളിഞ്ഞില്ലേ ഇപ്പോ? പോലീസ് കളിക്കുന്ന നാടകം, ഇവിടത്തെ വേട്ടക്കാരെന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന ഇവിടത്തെ സംഘപരിവാരവും പോലീസുകാരും ചേർന്ന് നടത്തുന്ന വളരെ ഗൂഢമായ നാടകത്തിന്റെ ഭാഗമായിരുന്നില്ല ഇത്? വളരെ സുന്ദരമായി RSSന്റെ കാര്യാലയം ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് 2 ആഴ്ച തികയുന്നതിന് മുമ്പ് അന്വേഷണ കമ്മീഷൻ വന്നു. അന്വേഷിച്ച് നോക്കുമ്പോൾ അത് അവർ തന്നെ ചെയ്തതാണ്. അപ്പം നോക്കുമ്പോൾ നല്ല താടിയുള്ള ആളുകൾ ലഘുലേഖ കീശയിൽ വെച്ചു കൊടുത്തിരിക്കുന്നു. ആര് ചെയ്തു? പോലീസും ഇവരും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. പാർലമെന്റ് ആക്രമണം അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നില്ലേ? ആർക്കാണ് സംശയം? എത്രയോ പത്രപ്രവർത്തകർ അത് വിശദീകരിച്ചു. അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അപ്പോ മുസ്ലിങ്ങളുടെ പേരിൽ ഇല്ലാത്തത് കെട്ടിവെക്കുക, അവര് സ്വയം പലതും ചെയ്യുകയും അത് മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടിവെക്കുകയും അതിന്റെ പേരിൽ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇരകളെ വേട്ടയാടുകയും ചെയ്യുന്ന പണ്ടുകാലത്തെ ഒരു കുറുക്കന്റെ കഥ, ഒരു ചെന്നായിയുടെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന് തത്തുല്യമായ പ്രവർത്തനമാണ് ഇന്ത്യ രാജ്യത്തിലെ സംഘപരിവാര വേട്ടക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ വലയിൽ അറിഞ്ഞോ അറിയാതെയോ മുസ്ലിങ്ങളാകുന്ന നമ്മളും വീണു പോവുകയും എന്നിട്ട് സമുദായത്തെ കുറ്റപ്പെടുത്തുന്നു. മുസ്ലിം സമുദായമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന്. അല്പമൊന്ന് അവധാനതയോടുകൂടെ കാര്യം ചെയ്യേണ്ടതുണ്ട്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ കുറേയൊക്കെ അങ്ങനെ ഉണ്ടാവാം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ കാണുന്ന രൂപത്തിൽ ഒരു തീവ്രവാദമെന്നോ ഭീകരമാരെന്നോ വിളിക്കാവുന്ന തരത്തിൽ ഒരു പ്രവർത്തനവും ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ നടക്കുന്നില്ല എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. തെളിയിക്കാൻ ആർക്കും സാധ്യമല്ല. ഒന്നൊന്നായി എടുത്തുദ്ധരിക്കപ്പെടാവുന്ന ഓരോരോ സംഭവങ്ങളും അത് അല്ല എന്ന് മറിച്ച് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭം. മാലേഗാവ് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? എന്താ അവിടെ പ്രശ്നം? ഒരു ഖബർസ്ഥാനിൽ വമ്പിച്ച സ്ഫോടനങ്ങൾ, മുസ്ലിങ്ങൾ മരിച്ചുപോയി. ഒന്നാകെ പരത്തുന്നു ഇത് മുസ്ലിങ്ങൾ തന്നെ വെച്ചതാണെന്ന്. മുസ്ലിങ്ങൾക്ക് തന്നെ വെച്ചിട്ട് കലാപം ഉണ്ടാക്കുകയാണെന്ന് ദുരൂഹതകൾ പരക്കുന്നില്ലേ? ഇപ്പോ ബജ്രംഗ് ദളാണ് എന്ന അഭിപ്രായങ്ങൾ വന്നില്ലേ? മാത്രവുമല്ല, പൊട്ടിത്തെറിച്ച സ്ഥലത്ത് നിന്ന് ഒരുത്തന്റെ ശവശരീരവും അവന്റെ മുഖത്ത് ധരിച്ച വെപ്പുതാടിയും കിട്ടി. പോലീസ് ശവശരീരം ആരും അറിയാതെ മറവ് ചെയ്ത് മാറ്റിയില്ലേ? പത്രങ്ങളിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. വരട്ടെ, കുറച്ച് കഴിയുമ്പോൾ അതും തെളിയും. അപ്പോ മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങനെ തീവ്രവാദിയും ഭീകരവാദിയുമാണെങ്കിൽ മാലിഗാവിൽ ഒരു സ്ഫോടനം നടന്ന മാലിഗാവ് 70-75% മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. അവരൊന്നായിട്ട് ഇറങ്ങിയിട്ടൊരു കലാപം നടത്തണ്ടേ? നടത്തിയോ? നടത്തിയിട്ടില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമൊന്നും ഈ സമൂഹത്തെ പിടികൂടിയിട്ടില്ല. അപ്പോ മറ്റ് പലരുടെയും പ്രോപ്പഗണ്ടയിൽ, പ്രത്യേകിച്ച് വേട്ടക്കാർ പലതവണ ആവർത്തിച്ച് പറയുന്ന പ്രചാരണത്തിൽ ഇരകളായ നമ്മളും കുടുങ്ങിപ്പോകുന്നത് ശ്രദ്ധിക്കണമെന്നാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് പറയാനുള്ളത്. അല്ലാതെ ഇവിടെ പെരുപ്പിച്ച് ഭയങ്കര ഭീകരവാദവും തീവ്രവാദവും കേരളത്തിന്റെ മണ്ണിൽ നടക്കുന്നു, അതിനെതിരെ ഞങ്ങളിതാ ക്യാമ്പയിൻ നടത്തുന്നു, ഞങ്ങളിതാ സംവാദം സംഘടിപ്പിച്ചിരിക്കുന്നു, ഇതിലൊന്നൊരു കഥയൊന്നുമില്ല. ഇതിലെന്ത് കഥയാണുള്ളത്? കേരളത്തിൽ അങ്ങനെ എവിടെയാണ് തീവ്രവാദം ഉള്ളത്? ആരോപിക്കപ്പെടുന്നത് ഒന്ന് NDFന്റെ പേരിലാണ്. വേറെ തീവ്രവാദി പാർട്ടിയാണ് ഇവിടെ ഉള്ളത്? ആരുമില്ല. രണ്ടാമത്തെ ശ്രദ്ധാകേന്ദ്രം BJP വരാനുള്ളത്. അത് ഒറിജിനൽ തീവ്രവാദമാണ്. അതിൻ്റെ ആളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരായിരുന്നു. അവരില്ലാതെ നമ്മൾ കേട്ടിട്ട് കാര്യമില്ലല്ലോ. കേരളത്തിൽ NDFന്റെ മേലിൽ ആരോപിക്കപ്പെടുന്ന തീവ്രവാദം പൊതുവെ അങ്ങനെയാണ്. ആ പദം കേരളത്തിൽ ഉപയോഗിച്ചാൽ അത് NDFനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമുദായത്തിലെ തീവ്രവാദ പാർട്ടി, തീവ്രവാദ പ്രസ്ഥാനം സജീവമായതുകൊണ്ട് ദഅവത്ത് മുടങ്ങിപ്പോകുന്നു എന്ന് റിപ്പോർട്ട് വരുന്നു. എവിടെ? നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ജിഹ്വക്കകത്ത്. അത് വിരൽ ചൂണ്ടുന്നത് എങ്ങോട്ടാണ് നമുക്കറിയാം. ആരിലേക്കാണ്? ദഅവത്ത് മുടക്കാൻ ഇപ്പോൾ കേരളത്തിൽ നമ്മളല്ലാതെ വേറെ തീവ്രവാദ പ്രസ്ഥാനം ഉള്ളത്? വേറെ ഒരു പ്രസ്ഥാനം ഉള്ളത് നമുക്കറിയില്ല. പിന്നെ തീവ്രവാദം കൊണ്ട് കേരളത്തിൽ ആകെ പ്രശ്നമാണ്. മാത്രമല്ല, തീവ്രവാദികളായ ആളുകൾ മുസ്ലിം സമുദായത്തിന്റെ അജണ്ട നിശ്ചയിച്ചുകൊണ്ട് പൊതുധാരയിലേക്ക് ഇറങ്ങി വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ ജാഗ്രത എന്ന് നമ്മളെ പ്രസ്ഥാനം പറയുന്നുണ്ട്.
നമ്മുടെ ജവാബിനകത്തൊക്കെ ഭംഗിയായിട്ട് ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ അല്ലേ, ആരാണ് ഈ മുസ്ലിം സമുദായത്തിന്റെ അജണ്ട നിശ്ചയിച്ച് മുസ്ലിം സമുദായത്തിന്റെ ധാരയിലേക്ക് ഇറങ്ങി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? എന്ത് പ്രശ്നമാണ് ഇവിടെ ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ല. പ്രശ്നങ്ങൾ പലത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ ഒന്നൊന്നായിട്ട് ഞാൻ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു തരാം. അതിന് ചാൻസ് ഉണ്ടാവില്ല. കാരണം പണ്ട് തന്നെ ഈ ആദി സംവാദങ്ങളൊക്കെ ഒരു നാടകമായിട്ട് ഇങ്ങനെ വരലാണ്. അതിപ്പം NDF സംഘടിപ്പിച്ചാലും അങ്ങനെ തന്നെയാണല്ലോ. NDF ഒരു സംവാദം സംഘടിപ്പിച്ചാൽ നമുക്കൊരു അജണ്ട ഉണ്ടാവും ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ. ആ അജണ്ടയ്ക്ക് വിരുദ്ധമായി സംസാരിക്കുന്നവനെ കൊണ്ട് ആദ്യമായി സംസാരിപ്പിക്കുകയും പിന്നെ അവസാനം നമ്മുടെ അജണ്ട അങ്ങ് 2-3 ആൾക്കാർ ചേർന്നിട്ട് ഇവിടെ മോഡറേറ്റർ ഇല്ല എന്ന് പറയുന്നത് കേട്ടു, എന്നാൽ ഒരു കത്തി കുറഞ്ഞു കിട്ടും. ബാക്കി ആദ്യം സംസാരിച്ചവനൊക്കെ വെച്ച് മുറുക്കി അവസാനമാക്കിയിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ജയിച്ചിരിക്കുന്നു. ഇതൊരു കേവല നാടകമാണ്. അപ്പോൾ സംവാദങ്ങൾ അത് അർത്ഥവത്തായി നടക്കണമെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ടത് നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഒരു നാടക രൂപത്തിലുള്ള കേവലം കുറച്ച് ആളുകൾ പ്രസംഗിക്കുക, അതെന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നൊരു അവസ്ഥ ഈ സംവാദത്തിനെങ്കിലും ഉണ്ടാകരുത് എന്നൊരു അതിയായ ആഗ്രഹം എനിക്കുണ്ട്. നേരെ മറിച്ച് യഥാർത്ഥ തീവ്രവാദം എവിടെയാണുള്ളത് അത് കണ്ടെത്താനും അതിനെതിരെ എന്തു ചെയ്യാൻ പറ്റും എന്ന പ്രതിവിധി കണ്ടെത്താനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള ഒരു ബൂസ്റ്റിംഗ് പവർ ഈ ഇതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അത് വളരെയധികം കേരളത്തെ സംബന്ധിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഇവിടെ ഇന്ത്യ രാജ്യത്ത് തീവ്രവാദം എന്നത് സംഘപരിവാരത്തിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3/4 നൂറ്റാണ്ട് കാലമായി ഇന്ത്യ രാജ്യത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ന്യൂനപക്ഷ വിഭാഗത്തിനും അധസ്ഥിത ജനവിഭാഗങ്ങൾക്കും എതിരിൽ കൊലക്കത്തികളുമായി ഇന്ത്യ രാജ്യത്തിൻ്റെ സകല തെരുവോരങ്ങളെയും ചുവപ്പിച്ച് പരിചയമുള്ള ഒരു പ്രസ്ഥാനം അവർ മാത്രമേ ഉള്ളൂ. മറ്റൊരാളെ പേര് ഇന്ത്യയിൽ കാണിച്ചു തരിക സാധ്യമല്ല. അതിങ്ങനെ ചിഹ്നിച്ചതിന് വളർന്നിരിക്കുന്നു. RSS എന്ന പേരിൽ ആദ്യമുണ്ടായിരുന്ന സംഘം ആ രൂപത്തിൽ പോയാൽ ഇന്ത്യയുടെ ഭരണം കിട്ടില്ലെന്ന് കണ്ടപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഓർഗാൻ അവർക്ക് ആവശ്യമായി വന്നു. BJPയെ ഉണ്ടാക്കി. ഓരോ തൊഴിലാളികൾക്ക് വേണ്ടി ഒന്ന്, കർഷകർക്ക് വേണ്ടി മറ്റൊന്ന്, അധ്യാപകർക്ക് വേണ്ടിയും വിദ്യാർത്ഥികൾക്കും വേണ്ടിയും വേറൊന്ന്, അങ്ങനെ പടർന്ന് പന്തലിച്ച് രാജ്യത്തിൻ്റെ വിവിധ മേഖലകൾ കീഴടക്കാൻ വേണ്ടി വ്യത്യസ്ത സംഘങ്ങളായി പിരിഞ്ഞ് ഒരു വലിയ കുടുംബം കണക്കെ സംഘപരിവാരമായി അത് പടർന്നു നിൽക്കുകയാണ് ഇന്ത്യ രാജ്യത്ത്. എന്നിട്ടോ കലാപങ്ങളും വെറും കലാപങ്ങൾ മാത്രമൊന്നുമല്ല, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. ശാരീരികമായ ഉന്മൂലനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, വിശ്വാസപരമായ ഉന്മൂലനത്തിൻ്റെ പ്രശ്നമുണ്ട്. അല്ലേ, പള്ളി പൊളിക്കും ചോദിക്കാൻ പാടുണ്ടോ? BJPക്കാരൻ അവൻ തന്നെയല്ലേ അത് പൊളിക്കണത്. അയാളില്ലാത്തതുകൊണ്ട് നന്നായി. ഏതായാലും പള്ളി പൊളിക്കുന്നു. ഒരു പള്ളിയല്ല, ബാബരിയുടെ പേരെ നമുക്കറിയൂ. 100 കണക്കിന് പള്ളികൾ ഇന്ത്യ രാജ്യത്ത് തകർക്കപ്പെട്ടിട്ടുണ്ട്. ആളുകൾ കൊന്നൊടുക്കുന്നത് പോലെ ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു. അത് മുസ്ലിമിൻ്റെതും ഉണ്ട്, ക്രിസ്ത്യാനിയുടെ ഒക്കെയുണ്ട്. അവർക്ക് പറ്റാത്തത് എല്ലാം ഉണ്ട്. വിശ്വാസത്തിൽ കൈകടത്തിക്കൊണ്ട് ഇവർ മുന്നോട്ട് വരുന്നു. ഇപ്പം അടുത്ത് വന്ദേ മാതര പ്രശ്നം നടക്കുന്നില്ലേ? ഇതെന്തിൻ്റെ പ്രശ്നമാണ്? വന്ദേ മാതരം എന്തേ പ്രശ്നം? അതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമായിട്ടാണ് മുസ്ലിം സമുദായം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കത് പാടാൻ പറ്റില്ല എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അത് തൗഹീദിൻ്റെയും ഷിർക്കിൻ്റെയും പ്രശ്നമാണ്. തൗഹീദ് ഒന്ന്, വന്ദേ മാതരം എന്നത് പറഞ്ഞാൽ അത് ഒറിജിനൽ ഷിർക്കാണ്. അത് കൃത്യമായി അത് വായിക്കുകയോ പഠിക്കുകയോ അതിന് അർത്ഥം മനസ്സിലാക്കുകയോ ചെയ്ത ആളുകൾക്ക് ഒരു സംശയം അതിനകത്ത് ഉണ്ടാവില്ല. ഒരു തൗഹീദ് ഷിർക്ക് പ്രശ്നം. എന്നിട്ട് അതിൽ BJPയുടെ നിലപാടെന്താ? ഇവിടുത്തെ സംഘപരിവാരത്തിൻ്റെ നിലപാടെന്താണ്? അത് മുസ്ലിം സമുദായം പാടിയേ പറ്റൂ എന്ന് തന്നെയാണ്. മുഖ്താർ അബ്ബാസ് നഖ്വി പറഞ്ഞു, പേര് നമ്മുടെ സമുദായം തന്നെയാണ്. വന്ദേ മാതരം പാടാത്തവൻ രാജ്യം വിട്ടു പോകണം എന്ന് പറഞ്ഞു. ഇത്തവണ, അതിന് മുമ്പ് പലതും പറഞ്ഞിട്ടുണ്ട്. എന്താ അതിന് കാരണം? BJPയിലെ മറ്റൊരാളും അത് എതിർത്ത് സംസാരിച്ചില്ലല്ലോ. ഇല്ല, അത് അവരുടെ ഒരു പോളിസിയുടെ ഭാഗമാണ്. സെപ്റ്റംബർ 7-ാം തീയതി രാജ്യത്ത് എല്ലായിടത്തും വന്ദേ മാതരം പാടണമെന്ന് പാസാക്കി. അവസാനം അത് വെള്ളമൊഴിച്ച് ഒന്ന് ലഘൂകരിച്ച് വേണമെങ്കിൽ പാടാം വേണ്ടെങ്കിൽ പാടാമെന്നാക്കി. BJP വിട്ടോ? വിട്ടില്ലല്ലോ. സംഘപരിവാരം മൊത്തം സടകുടഞ്ഞ് എഴുന്നേൽക്കുകയും അത് അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിർബന്ധമാക്കുകയും പ്രശ്നങ്ങളുണ്ടായി. 7-ാം തീയതി വന്ദേ മാതരം BJPക്കാരൻ പാടിക്കോട്ടെ, നമുക്കെന്താ വിരോധമില്ല. അത് വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് ചെയ്യാം. അത് വിശ്വസിക്കാത്ത ആളുകൾക്ക് വിശ്വസിക്കാതിരിക്കാനും പാടാതിരിക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്ത് വേണ്ടതുണ്ട്. നേരത്തെ ഒരു സെക്യുലറിസത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞതുപോലെ എല്ലാത്തിനും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ.
പക്ഷേ വാജ്പേയി അന്ന് നടത്തിയ ഒരു പ്രസ്താവന നിങ്ങൾ വായിച്ചോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയാണ്, സംഘപരിവാരത്തിന്റെ വലിയ നേതാവാണ്. 7-ാം തീയതി വന്ദേ മാതരം പാടിക്കൊണ്ട് ഒരു ഗംഭീര പ്രസംഗം നടത്തി. അതിൽ പറഞ്ഞു, മുസ്ലിം സമുദായം എന്തിനാണ് വന്ദേ മാതരം പാടില്ല എന്ന് പറയുന്നത്? നിങ്ങളോട് വിഗ്രഹത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളത് ആരാധിക്കണ്ട, അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. പക്ഷേ നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയെ ആരാധിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളതിൽ തർക്കിക്കാൻ വരരുത്. സെപ്റ്റംബർ 8-ാം തീയതിയുടെ ദി ഹിന്ദു ദിനപത്രത്തിൽ വളരെ ഭംഗിയായിട്ട് അച്ചടിച്ചു വന്ന വാജ്പേയിയുടെ പ്രസ്താവനയാണത്. വിഗ്രഹങ്ങൾ നിങ്ങൾ ആരാധിക്കേണ്ടതില്ല, പക്ഷേ മാതൃരാജ്യമായ ഇന്ത്യയെ ആരാധിക്കണമെന്ന് പറഞ്ഞാൽ there should not be a controversy. അവിടെ പിന്നീട് ഒരു തർക്കമുണ്ടാകാൻ പാടില്ല, അംഗീകരിച്ചോളണം എന്നാണ്. MG വൈദ്യ പറഞ്ഞില്ലേ അതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ, ഇന്ത്യ രാജ്യത്തിന്റെ ശത്രുക്കളാണ് വന്ദേ മാതരം പാടാത്തവർ എന്ന് പറഞ്ഞു. ഇതൊരു വിശ്വാസ പ്രശ്നമാണ്. അപ്പോ നമുക്ക് നമ്മുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ പോലും ഒരു സ്വാതന്ത്ര്യം നൽകാതെ അതിന് കൂച്ചുവിലങ്ങിടാൻ, അതിന് കടിഞ്ഞിടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം, അത് ചെയ്തില്ലെങ്കിൽ ശാരീരിക ഉന്മൂലനമോ സാമ്പത്തിക ഉന്മൂലനമോ നടത്തുന്ന പ്രസ്ഥാനം, ഒന്നിനും പഴുതി കിട്ടിയില്ലെങ്കിൽ സ്വന്തമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ സമൂഹത്തിന് നേരെ കലാപങ്ങൾ അഴിച്ചുവിടാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന പ്രസ്ഥാനം, ഇവര് മാത്രമാണ് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന തീവ്രവാദികൾ എന്നാണ് NDF-ന്റെ കാഴ്ചപ്പാട്. വേറെ തീവ്രവാദികൾ ഇവിടെ ഇല്ല. പൊളിറ്റിക്കൽ ബേസിൽ സംസാരിച്ച ആ നോർത്ത് ഈസ്റ്റേൺ ഭാഗങ്ങളിൽ കുറച്ച് ആൾക്കാരുണ്ട്, ബോഡോലാൻഡ്, മറ്റേ ഉൾഫ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സാധനം. പക്ഷെ അത് ഒരു കേവലം പ്രാദേശികമായി ഒതുങ്ങി നിൽക്കുന്ന ചില ഗ്രൂപ്പുകളാണ്. നേരെ മറിച്ച് ഇന്ത്യയിലാകമാനം പത്തിവിടർത്തിയാടിക്കൊണ്ടിരിക്കുന്ന ഈ വിഭാഗം, ഇവരാണ് സാക്ഷാൽ തീവ്രവാദികൾ. ഇത് തിരിച്ചറിയുകയാണ് ഇന്നത്തെ ഈ സംവാദത്തിൽ ഉണ്ടാകേണ്ടത്. എന്നിട്ടോ ഈ തീവ്രവാദികൾ അഴിഞ്ഞാടുന്നു. കഴിഞ്ഞ 3/4 നൂറ്റാണ്ടുകാലായി അഴിഞ്ഞാടുകയാണ്. ഇവിടെ നാം ആരുടെ പേരിലൊക്കെ തീവ്രവാദം ആരോപിക്കുന്നുവോ അവരൊന്നും ചെയ്തതിൻ്റെ ആയിരക്കണക്കിന് ഇരട്ടി നരഹത്യകൾ നടത്തുകയും ആക്രമണ പ്രവർത്തകൾ സംഘടിപ്പിക്കുകയും ഇനിയും അത് ഞങ്ങൾ ചെയ്യുമെന്ന് വളരെ ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന BJP-ക്കാരനും RSS-കാരനും അടങ്ങിയ ആളുകൾ നമ്മളെ ഈ തീവ്രവാദ ഈ സംവാദത്തിൽ അവർക്കെതിരെ ഒരു തീരുമാനം എടുത്തൂടെ? കൊല്ലണമെന്നല്ല. അവർ പറഞ്ഞതുപോലെ രക്തത്തെ രക്തം കൊണ്ടല്ല കഴുകേണ്ടത്, വെള്ളം കൊണ്ടാണെന്നാണ്. നല്ലൊരു ഉപമയാണ്. രക്തമായി കഴിഞ്ഞാൽ വെള്ളം കൊണ്ടാണ് കഴുകുന്നത്. അപ്പൊ അതുപോലെ രക്തം വീഴുമ്പോൾ വെള്ളം കൊണ്ട് കഴുകാൻ ശ്രമിക്കണം. 1000 തവണ ഒരു സ്ഥലത്ത് രക്തം വീണാ പിന്നെ വെള്ളം കൊണ്ട് കഴുകിയാൽ പോവില്ല, ഇത്തിരി കെമിക്കൽ ചേർക്കണം അതിൽ, ഇല്ലെങ്കിൽ പോവില്ല. അപ്പൊ ആ കെമിക്കല് മറു രക്തമാകണ്ട. വേറെ രക്തം കൊണ്ട് കഴുകേണ്ടതില്ല, വെള്ളം കൊണ്ട് കഴുകിയാൽ പോകാത്ത സാധനത്തിന് കെമിക്കൽസ് ചേർക്കുക. അപ്പൊ ആ സാധനം അവിടെ നിൽക്കും. ഈ ഒരു കെമിക്കൽ എന്താണെന്ന് കണ്ടുപിടിക്കലായിരിക്കണം തീവ്രവാദത്തെ ഒതുക്കാനുള്ള ഈ സംവാദത്തിന്റെ ഒരു പരിണിതിയായിട്ട് ഇവിടെ ഉണ്ടാകേണ്ടത്. ഒരു നല്ലൊരു മരുന്ന് നമുക്ക് എല്ലാവരും കൂടി കണ്ടുപിടിക്കാം. എങ്ങനെ ഈ ചോരക്കറയൊന്ന് കഴുകിയിട്ട് ഇവിടുന്ന് പോക്കാൻ പറ്റും? എങ്ങനെ പറ്റും? ഒന്നുമില്ല. ഇരകളായ ജനസമൂഹം സംഘടിക്കുക. അത് ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ, പലരും പലത് പറഞ്ഞിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ ആശയം അങ്ങനെയൊക്കെ തന്നെയാണ്. ഇരകളായ ജനസമൂഹം സംഘടിക്കുക മാത്രമേ ഇതിന് വഴിയുള്ളൂ. ആരാണ് ഇരകൾ? സംഘപരിവാരമല്ലാത്തവരെല്ലാം അവരുടെ ഇരകളാണ്. ഏതെങ്കിലും ഒരു വഴിക്കല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് എല്ലാവരെയും അവർ ഇരകളാക്കി വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇരകൾ ഒന്നിച്ചു നിൽക്കണം. അവിടെ നമ്മളുടെ ശബ്ദം വേറെയാവരുത്. അവിടെ ദലിതനുണ്ടാകും, അവിടെ ക്രിസ്ത്യാനി ഉണ്ടാകും, അവിടെ മുസ്ലിം ഉണ്ടാകും. അവിടെ മുസ്ലിമിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ 100,000 കക്ഷികളുണ്ട്, അതൊക്കെ ഉണ്ടാവും. എല്ലാവരെയും കൂട്ടിയിട്ട് ഇരകളുടെ ഒരു ഐക്യസംഖ്യം ഉണ്ടായാലല്ലാതെ ഈ ചോരക്കറ കഴുകിക്കളയാൻ പറ്റിയ ഒരു കെമിക്കൽ കണ്ടുപിടിക്കാൻ പറ്റൂല. ഈ ഒരു കാഴ്ചപ്പാടിലാണ് NDF നിൽക്കുന്നത്. ഇരകൾ മൊത്തം ഏകോപിക്കണം. ഒരു പക്ഷേ നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകാം. നമ്മളെന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിൻ്റെ വിവിധ കക്ഷികൾ, ഞാനും നിങ്ങളും തമ്മിലൊരു വ്യത്യാസമില്ല ആ കാര്യത്തിൽ. സുന്നി, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് എന്ന് പറയേണ്ട ഒരുപാട് സാധനം, പിന്നെ അതിൻ്റെ ഉള്ളിലെ കക്ഷിക്ക് കക്ഷികൾ എല്ലാം ഉണ്ട്. ആയിക്കോട്ടെ, അതിനെല്ലാമുള്ള സ്വാതന്ത്ര്യം വകവെച്ച് കൊടുത്തുകൊണ്ട് തന്നെ
വേട്ടക്കാർക്കെതിരെ സംഘടിക്കുക എന്ന ഒരു മിനിമം പരിപാടിയിൽ നമുക്കൊന്ന് ഒന്നിച്ചുകൂടെ എന്നത് മാത്രമാണ് ഞങ്ങൾക്ക് ജനസമൂഹത്തോട് ചോദിക്കാനുള്ളത്. എന്നും ചോദിച്ചതാണ്, ഇപ്പോഴും ചോദിക്കുന്നതാണ്. പക്ഷേ ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. എന്തേ? RSSും NDFും അൽഖായിദയും ഒക്കെ ഒന്ന് തന്നെയാണെന്നാണ് പ്രൊഫസർ സാഹിബ് പറഞ്ഞത്. മൂപ്പർ അതാണ് മനസ്സിലാക്കി വെച്ചത്. RSS എന്ന് പറഞ്ഞാലും NDF എന്ന് പറഞ്ഞാലും അൽഖായിദ ഇതൊക്കെ ഒന്നാണ്, സാമ്രാജ്യത്വത്തിൻ്റെ ഏജന്റുകളാണ്. അതൊരു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് സാമ്രാജ്യത്വം എന്നല്ലാതെ മറ്റൊന്ന് വരാൻ വഴിയില്ലല്ലോ, അതേ വരൂ. അതുകൊണ്ട് ഇങ്ങനെ വന്നുപോയതാണ്. ആദർശപരമായി, ആശയപരമായി ഏതു തലത്തിലാണ് NDFും RSSും ഒന്നിച്ചു നിൽക്കുന്നതെന്ന് പറയാമോ? RSSന്റെ കാഴ്ചപ്പാട് എന്താണ്? അത് ഇന്ത്യ രാജ്യം ഹിന്ദുവിൻ്റെതാക്കുക. വളരെ വിശാലമായിട്ട് സംസാരിക്കേണ്ടതാണ്, ഇവിടെ അതിന് സമയവുമില്ല. അൽഖായിദ എന്താണ്? ആർക്കറിയാം? അങ്ങനെ ഒരു ജന്തു ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. മാധ്യമങ്ങൾ നടത്തുന്ന കുറേ വർത്തമാനങ്ങൾ എന്നല്ലാതെ തീർന്ന അതിലിത്തിരി തീവ്രവാദങ്ങൾക്കുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കൃത്യസമയത്ത് നിർത്തണം എന്നുള്ളതിൽ 3 മിനിറ്റേ ഉള്ളൂ, സമയം വൈകിയിരിക്കുന്നു എന്നാണ് പറയണത്. അപ്പോഴ് നമ്മൾ ഈ ഒരു ഭീകരജീവി ഇന്ത്യ രാജ്യത്ത് വളർന്നു വന്നു കഴിഞ്ഞു, അതിൻ്റെ ക്രൂര താണ്ഡവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് എന്ത്? നാം ഒരു ഐക്യനിര കെട്ടിപ്പടുക്കുക. അതിലൂടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ വളരെ ഭംഗിയായിട്ട് ഈ സാധനത്തെ നേരിടാൻ നമുക്ക് കഴിയും. ആ രക്തക്കറ കഴുകി കളയാനും നമ്മെ കൊണ്ട് സാധിക്കും. അതല്ലാതെ മറ്റു വഴികളില്ല. ചില ആളുകൾ ആത്മസംസ്കരണത്തിൻ്റെയും നമ്മളെ ജീവിതത്തിൽ സംസ്കാരം വരുത്തി നല്ല ഉഷാറായിട്ട് ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീർന്നോളെന്ന് പറഞ്ഞു. അത് മൗഢ്യമാണ് കേട്ടോ, അതില്ല, അത് നടക്കൂല. എന്തുകൊണ്ട് നടക്കില്ല എന്നറിയാമോ? ഇവിടെ വേട്ടക്കാരൻ നമ്മുടെ സംസ്കാരം നോക്കാൻ വരുന്നവനല്ല, അവന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് വേണ്ടത്. നാം ഇനി എല്ലാവരും നന്നായാലും, എല്ലാവരും വളരെ സുന്ദരമായ സ്വഭാവ സവിശേഷതകളോടുകൂടി ജീവിച്ചാലും ശരി, വേട്ടക്കാരൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് പോലെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ നമുക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടും. അത് അറിയുന്നവരാണ് ഇവിടെ ഉള്ളത് എന്നെനിക്കറിയാം. ഈ അടുത്ത് 2006 മാർച്ചിലെങ്ങാണ്ട് നമ്മുടെ ഷബാബിൻ്റെ എഡിറ്റോറിയൽ വളരെ വ്യക്തമായിട്ടത് പറഞ്ഞിട്ടുണ്ട്. എന്താണത്? മുസ്ലിം സമുദായം വളരെ നല്ലവരായി ജീവിച്ചാലും ശത്രുക്കൾ നമ്മളെ വിടാൻ പോകുന്നില്ല, അത് വിചാരിക്കുന്നത് മൗഢ്യമാണ്. എന്തേ കാര്യം? അവര് ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ചെയ്യും. അതിൽ ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ഷബാബിനകത്ത്. എന്താ? നമ്മൾ ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുകയാണെങ്കിൽ അവർ പറയും, കണ്ടോ ഇവർ ബഹുദൈവ ആരാധനക്കെതിരെ തീവ്രവാദവുമായി രംഗത്ത് വന്നിരിക്കുന്നു. യൂറോപ്യൻ സൊസൈറ്റിയിൽ പോയിട്ട് നമ്മൾ പറയുന്നു മദ്യപാനം അരുത് എന്ന് പറഞ്ഞാൽ ആ ജനസമൂഹം നമ്മളെ തീവ്രവാദികളായി ചിത്രീകരിക്കും. നമ്മൾ സ്വന്തം നന്നായതുകൊണ്ട് കാര്യമൊന്നുമില്ല. സ്വന്തം നന്നായാൽ എല്ലാ പ്രശ്നവും പരിഹരിക്കുമെങ്കിൽ നബിമാർക്കും സഹാബത്തിനൊന്നും അടിയിടിയൊന്നും കിട്ടരുതല്ലോ, അവർക്ക് ശത്രുക്കൾ ഉണ്ടാകാൻ പാടില്ലല്ലോ. കാരണം അവരെക്കാൾ നല്ലവർ വേറെ ആരാളുള്ളത്? മുഹമ്മദ് നബി 40 വയസ്സ് വരെ മൂപ്പർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല മീന, ഈമാനും ഇസ്ലാമും മനസ്സിൽ നിറഞ്ഞ് സാക്ഷാൽ ഒരു മുസ്ലിമായി ജീവിതം തുടങ്ങിയപ്പോഴാണല്ലോ പ്രശ്നം ഉണ്ടായത്. ഭ്രാന്ത, കവിയെ, അതെ ഇതേ എന്നൊക്കെ വിളി തുടങ്ങിയത്. അപ്പൊ കേവലം സംസ്കാരം നന്നായത് കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. മറ്റുള്ളവരുടെ ലക്ഷ്യം എന്താണ്, അവരുടെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാതെ നമ്മുടെ ഈ പരിഹാരം അതിന് പരിഹാരമേ അല്ല. പിന്നെയോ, അപ്പോൾ നമ്മളിങ്ങനെ നന്നായി ജീവിച്ചാൽ പടച്ചോ നമുക്ക് ഇങ്ങോട്ട് തന്നോളൂലേ? പടച്ചോൻ്റെ ഒരു വാഗ്ദാനം ഉണ്ടല്ലോ, അങ്ങനെയല്ലേ? നിങ്ങളെ ഭൂമിയിൽ നമ്മൾ ഇതാക്കിക്കോളാം എന്ന്. ഇതുകൂടി പറയാൻ സമയം തരുമോ? തീർന്നോ? തീർക്കണം കേട്ടോ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വാഗ്ദാനം നൽകി, നിങ്ങൾ നന്നായി ജീവിച്ചാൽ നമ്മൾ നിങ്ങളെ ഈ പ്രശ്നത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിക്കോളാം. പക്ഷെ അവിടെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. 1 വിശ്വാസം വേണം, 2 സൽക്കർമ്മങ്ങൾ ചെയ്യണം. ഈ സൽക്കർമ്മങ്ങൾ വിശദീകരിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുക. വിശ്വാസം മനസ്സിനകത്താണ്. എന്തൊക്കെയാണ് ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടുള്ള സൽക്കർമ്മങ്ങൾ? അത് കേവലം നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും മാത്രമാണോ? ക്രൂരരായ ഭരണാധികാരികൾ, ക്രൂരരായ ജനവിഭാഗം നിങ്ങൾക്കെതിരിൽ അക്രമവും അനീതിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്കെതിരിൽ പ്രതികരിക്കുക എന്നതും അമിലുസ്സാലിഹാത്ത് പെട്ടതാണല്ലോ. അത് ചെയ്താലേ ഇത് കിട്ടുകയുള്ളൂ എന്നാ പറഞ്ഞത്. കയ്യും കെട്ടി നിന്നാൽ കിട്ടൂല.
അപ്പോൾ അമലു സാലിഹാത്ത് വളരെ വിശാലമാണ്. സ്വാലിഹായ അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുതേതാണെന്ന് ചോദിച്ചാൽ അനീതിക്കെതിരെ സ്വന്തം ജീവനം കൊടുക്കലാണ്. അതാണ് വലിയ അമലു സാലിഹാത്ത്. അത് ചെയ്യാതെ വെറുതെ തളികയിൽ വെച്ചേരാന്ന് പടച്ചോൻ പറഞ്ഞിട്ടില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. അപ്പം അള്ളാഹുവിൻ്റെ സഹായം വരും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിച്ചതുപോലെ ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായി വരുന്ന കാര്യങ്ങൾ എന്തോ അത് കൃത്യമായി ചെയ്യുവാനും സമൂഹത്തിന് എതിരെ വരുന്ന ഭീകരതയുടെയും തീവ്രവാദത്തിൻ്റെയും കരങ്ങളേതോ അത് പിടിച്ചു വെക്കുവാനും ഒരു ജനകീയമായ മുന്നേറ്റവും ഒരു ജനകീയമായ ശക്തിയും ഒരു ജനകീയമായ ഐക്യവും കെട്ടിപ്പടുത്തെങ്കിലല്ലാതെ ഈ തീവ്രവാദത്തെ രാജ്യത്ത് നിന്നോ ലോകത്ത് നിന്നോ കെട്ടുകെട്ടിക്കാൻ സാധ്യമല്ല എന്ന NDF-ന്റെ ഒരു മാറ്റവുമില്ലാത്ത ഒരു തത്വം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇത്രയും സമയം ഇത് കേട്ടുനിന്ന നിങ്ങൾക്കും ഇതിന് സാഹചര്യം ഒരുക്കി തന്ന സംഘാടകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.